നമസ്കാരം കൂട്ടുകാരെ. അപ്പം എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ ഇച്ചിരി ഓണാഘോഷം ലേറ്റായിപ്പോയി. ഇത് ഞങ്ങളുടെ സംഘത്തിൻ്റെ കുടുംബശ്രീ സംഘത്തിൻ്റെ ഓണാഘോഷം കേട്ടോ. ചിങ്ങമാസത്തിൽ നടത്താൻ പറ്റിയില്ല, അത് കന്നിയിലേക്കൊന്ന് നീണ്ടുപോയി. നമുക്ക് സമയവും സാഹചര്യമൊക്കെ ഒത്തു വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സദ്യക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിൽ ഓരോ ഐറ്റംസും സംഘത്തിലെ ഓരോ അംഗങ്ങൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത്തവണ സദ്യ ഒരുക്കിയത്. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല. അതിന് പ്രത്യേകിച്ച് ഒരു റീസൺ എന്താണെന്ന് ഞാൻ ഓർക്കണില്ല. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഓണം ഇല്ലായിരുന്നു. ഞാൻ സംഘത്തിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സംഘമാണ്. ധനലക്ഷ്മി എന്നാണ് ഞങ്ങളുടെ സംഘത്തിൻ്റെ പേര്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ 10-17 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ സംഘം. ഇതെൻ്റെ അമ്മയാട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നപ്പോൾ ഞാനൊരു സെൽഫി എടുത്ത് വെച്ചതാണ്. അതിനുശേഷം ഇതാണ് നമ്മുടെ സദ്യ വട്ടങ്ങളെല്ലാം. ഇത്രയും ഐറ്റംസ് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നാണ്. എന്തായാലും ഒന്നും പറയാനില്ല, അടിപൊളി സദ്യയായിരുന്നു. അത് നമ്മുടെ ലീല ചേച്ചി സംഘത്തിലെ അംഗമാണ്. ചേച്ചിക്ക് ഈയിടെ ഒന്ന് വീണു. അപ്പോൾ ആളുടെ കൈക്ക് ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഓണാശംസകൾ പറഞ്ഞു കേട്ടോ. ഇവർ ഓണാശംസകൾ പറഞ്ഞ സമയത്ത് ഞാനവിടെ ഇല്ലായിരുന്നു. ഞാൻ ഓൾറെഡി ഓണം കഴിഞ്ഞു, ഒരു ദിവസം ജോലിക്ക് പോയി, പിറ്റേ ദിവസമായിരുന്നു ഈ പരിപാടി. അപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി വർക്കുകൾ പെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോയി പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നത്. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. അതുപോലെ തന്നെ കസേരകളിയും മുതിർന്നവരും കുട്ടികളൊക്കെ കസേരകളി കളിച്ചു. പക്ഷെ എനിക്കിതൊക്കെ മിസ്സായില്ലോ എന്നുള്ളൊരു ഭയങ്കര സങ്കടം ഈ വീഡിയോസ് കണ്ടപ്പോൾ തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും തന്നെ ഓണാശംസകൾ പറഞ്ഞു. ഇത് നമ്മുടെ മായമ്മ കേട്ടോ. അത് നമ്മുടെ സംഘത്തിലൊരു മുതിർന്ന ആളായിരുന്നു. മായമ്മ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞു. മായമ്മയുടെ മകൾ ബിന്ദു ചേച്ചി. അപ്പം ഞങ്ങളുടെ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ വേറെ സംഘങ്ങളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബശ്രീ സംഘം ആദ്യമായിട്ടാട്ടോ. അപ്പം ഞങ്ങളുടെ സംഘത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, 2 വർഷക്കാലം തോന്നിയത്, നമ്മുടെ എല്ലാ കാര്യത്തിനും എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കും. നമുക്ക് നമ്മുടെ എന്ത് അഭിപ്രായവും സംഘത്തോടെന്ന് പറയാം. നമ്മൾ ഒരു കുടുംബം, അതായത് നമ്മൾ പല വീടുകളിൽ നിന്ന് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കില്ലല്ലോ. എങ്കിൽ പോലും സംഘത്തിൻ്റെ ഒരു കാര്യത്തിലും സംഘത്തിൻ്റെ ഒരു ആവശ്യങ്ങൾക്കോ നമ്മൾ ആരും ഒരു കാര്യത്തിലും എതിര് പറയാൻ വെച്ച് കഴിഞ്ഞാൽ തെറ്റായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊരു അഭിപ്രായം പറയും. പക്ഷേ ഫൈനൽ തീരുമാനം എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഈക്വലി നമുക്കത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. അപ്പം നമ്മുടെ മുൻ പ്രസിഡൻ്റ് ആയിരുന്നു ചേച്ചി. അത് ചേച്ചി കുറേ നേരം സംസാരിച്ചു കേട്ടോ. അതിനുശേഷം എല്ലാവരോടും ഓണാശംസകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഈ വീട് ഒരുക്കി തന്ന നമ്മുടെ സംഘത്തിലെ അംഗത്തിൻ്റെ വീടാണ്, എന്നാൽ പോലും നമുക്ക് ഒരു സദ്യ നടത്തുക അല്ലെങ്കിൽ ഒരു ഓണാഘോഷം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ ചേച്ചിയൊക്കെ നല്ല എന്താ പറയുക താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തരുടെ, ഇത് അല്ലിയമ്മ ഇതുപോലെ തന്നെ ഓണാശംസകളൊക്കെ പറഞ്ഞു. നമ്മുടെ സംഘങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് മുതിർന്ന ആൾക്കാർ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയില്ലല്ലോ. നമ്മളുടെ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് തരാനൊക്കെ നമ്മുടെ സംഘത്തിലെ അംഗങ്ങളെല്ലാം എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ സംഘത്തിലുണ്ട്. അതിനുശേഷം മുട്ടായി പുറകിന് വരെ മുട്ടായി ഇല്ലാത്തതിന് എനിക്ക് തോന്നുന്നു കടലയോ പയറോ എന്നാണ്ട് നിരത്തിയിട്ടാണ് ഒരു പെറുക്ക് നടത്തുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. ഇതെന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അതിനുശേഷം നടത്തിയ കളികളിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എനിക്ക് അതിൽ സങ്കടം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മിസ് ചെയ്തു. ഇവർ ലാസ്റ്റ് എൻ്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഇട്ടു, ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ആ തിരക്കിനിടയ്ക്ക് എല്ലാവരും ഇത് വിട്ടുപോയി. കഴിച്ച് കഴിഞ്ഞപ്പോഴാണല്ലോ ഒരുമിച്ച് വന്നത്. ഈ ഫോട്ടോ ഞാനും ആതിരയെന്ന് പറഞ്ഞ കുട്ടിയില്ല, ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ പോകുന്നു. അവൾക്കും പറഞ്ഞത് ഇവള് രണ്ടാമതിരിക്കുന്ന ആളാണ് ആതിര. ഞാനും ആതിരയും കൂടെ നേരത്തെ ഇങ്ങ് പോകുന്നു. അതിനുശേഷം അവരൊക്കെ അവിടെ തന്നെ ഉള്ളവരാണ്, വീടിനടുത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ അവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് കളികളും നടത്തി. എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു. പക്ഷെ ഞാൻ ഈ പുതിയ സാരി കേട്ടോ, ആ സാരിയുടെ കരയുള്ള ബ്ലൗസ് ഞാൻ തയ്ക്കാൻ കൊടുത്തു. എന്നിട്ട് രാവിലെ ചെന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ചേച്ചി തയ്ച്ചൊക്കെ വെച്ചു. പക്ഷേ ആ സമയമായപ്പോൾ എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ വേറെ വഴി പോയിട്ടാണ് സംഘത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ പോയി ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ അത്യാവശ്യം കറുത്ത ബ്ലൗസ് എല്ലാത്തിലും ചേരുന്നതുകൊണ്ട് അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഇത്തവണത്തെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ സംഘത്തിൻ്റെ ഓണാഘോഷം. അടിപൊളിയാണ്. എന്നെ വിളിക്കുന്നതാണ് കേട്ടോ അമ്മ, എടി വന്നിരിക്കും, നിനക്ക് പോകണ്ടേന്നൊക്കെ ചോദിക്കുന്ന. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് നേരത്തെ തുടങ്ങിയിട്ട് എനിക്ക് നേരത്തെ പോകാതിരിക്കാൻ പറ്റില്ല, കുറച്ചധികം വർക്കുകളുണ്ട്, അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞാൻ ധൃതി വയ്ക്കുക. അപ്പോൾ അമ്മ എന്നെ വിളിക്കുന്നത് വന്നിവിടെ ഇരിക്കുന്നു പറഞ്ഞ് വിളിക്കുന്ന കേട്ടോ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ ഇത്തവണത്തെ ഒരു ആഘോഷം, എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി സ്ഥലം എനിക്കൊരു കുടുംബമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, ഹസ്ബൻഡ്, അമ്മായിമ്മ, അതുപോലെ ഒരു ഫാമിലിയാണ്. അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, അമ്മൂമ്മ, ആങ്ങള, അതൊരു ഫാമിലിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സംഘത്തിലെ, അതും ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. അതായത് ആർക്കും എന്താ പറയുക, ഒരാളെ എനിക്ക് പ്രയോറിറ്റി ലെസ് ആയിട്ട് കാണാൻ പറ്റില്ല. എല്ലായിടത്തും എനിക്ക് തരുന്ന ഈക്വൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ 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 വലുതാണ്. അപ്പം എൻ്റെ കൂട്ടുകാർക്കും ഇത് കാണുന്ന എല്ലാവർക്കും
കന്നിമാസത്തിൽ ഓണം കഴിഞ്ഞല്ലോ. നമ്മുടെ 4ാം ഓണം കന്നിമാസത്തിൽ കൊണ്ടുവച്ചെങ്കിൽ പിന്നെ നമുക്ക് കന്നിമാസത്തിൽ ആശംസകൾ പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അപ്പം എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് നല്ല ഓണാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുള്ള അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു നല്ലൊരു ഓണമായി ഇത്തവണത്തേത്. അപ്പോൾ അടുത്ത തവണയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഓണാഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ വയനാട്ടിൽ നമ്മളെ ഓണത്തിന് മുൻപ് മറന്നു പോയ എല്ലാവർക്കും അവർ ആത്മാവിനും വേണ്ടി നിത്യശാന്തി നേടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരാൾക്കും ഇനി ഇങ്ങനൊരു അവസ്ഥ നമുക്കൊരു ഉണ്ടാവാതിരിക്കട്ടെ, നമ്മുടെ നാടിനെ യാതൊരു വിധത്തിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബാധിക്കാതിരിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോ നഷ്ടപ്പെടലും നമുക്ക് വേദനയാണ്. അത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ ആ നഷ്ടപ്പെട്ടവരുടെ വേദന നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ. അത് ഏതൊരു കാര്യത്തിലും നമ്മുടെ കൈയൊന്നും മുറിഞ്ഞാൽ അല്ലെ ആ കൈക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മറ്റൊരാൾക്കുണ്ടായ നമുക്കത്ര ഫീലിങ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് മനസ്സിലാവില്ല. പക്ഷേ അത് നമുക്ക് സ്വന്തമായിട്ട് വന്നാൽ മാത്രമേ അത് എത്രത്തോളം വേദനാജനകമാണ്, അല്ലെങ്കിൽ അതിനകത്തെ ആ വേദനയുടെ ആഴം എത്രയാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാവണം. നമുക്ക് സ്വന്തമായിട്ട് ഇത് വരണം. അപ്പം നമ്മൾ വയനാടെന്ന് പറഞ്ഞ് നമ്മൾക്ക് പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ പറഞ്ഞു, ഇത്തവണത്തെ ഓണം ആഘോഷിക്കാതിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൂടെയുള്ളതിൽ എത്ര പേര് അടുത്ത ഓണത്തിനുണ്ടാവും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് നമ്മുടെ വയനാട്ടിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്കും കൂടെ ഒരെല്ലാം വിളമ്പിയിട്ട് നമ്മുടെ വീട്ടിലും ആഘോഷം നടത്തണം. അല്ലെങ്കിൽ ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റിച്ച് ആയിട്ടെന്നുള്ളതല്ല, ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഓണക്കോടി, അതിനപ്പുറത്തൊന്നും ഒത്തിരി വേണമെന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ഓണത്തിന് നമ്മളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം വരിക. പ്രായമായി എഴുന്നേക്കാൻ വയ്യാത്തവരൊക്കെ അവിടെ കിടക്കുക, കൊച്ചു ചെറുപ്പക്കാർ, പിള്ളേർ, അതുപോലെ കുഞ്ഞു മക്കൾ, അവരൊക്കെയാണ് നമുക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നും ഈ പറഞ്ഞതുപോലെ ഒരു TV വാങ്ങിച്ച 4 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വാറണ്ടി പീരീഡ് കിട്ടും. ഈ പറഞ്ഞ ഒരു വാറണ്ടി ഇല്ലാത്ത, ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു ലൈഫ് നമ്മുടെ മനുഷ്യന്മാരുടെ ലൈഫ് മാത്രമാണ്. രാവിലെ എഴുന്നേറ്റു, രാത്രി ഉറങ്ങിയാൽ ഉറങ്ങി. അതൊക്കെ നമുക്കിപ്പം ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു വേസ്റ്റ് ലൈഫാണ് നമ്മളുടെ. വേസ്റ്റ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറപ്പില്ലാത്ത ലൈഫ്. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ കാലാവധി കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടാവും, അത്ര പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണ് നമ്മളുടെ. മാക്സിമം എല്ലാവരോടും സ്നേഹമായിട്ട് സഹകരിച്ച് കഴിയാൻ നോക്കുക. ഒരിക്കൽ പോലും പിണങ്ങാത്ത നമ്മുടെ മനുഷ്യ സഹജമായ സ്വഭാവമാണ് പിണങ്ങുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പിണക്കമൊക്കെ ഉണ്ടാവും, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബട്ട് നമ്മൾ പിണങ്ങിക്കഴിഞ്ഞാലും ഒരിക്കലും അത് വലിച്ചു നീട്ടി വർഷങ്ങൾ കൊണ്ടുപോകാതെ മാക്സിമം എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനും സഹകരിക്കാനും ശ്രമിക്കുക. നമ്മളെക്കാൾ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ നോക്കുക. നമ്മളാരും വലിയ റിച്ചൊന്നുമില്ല ലക്ഷങ്ങൾ മുടക്കി ഓരോന്ന് ചെയ്തു കൊടുക്കാൻ, പക്ഷേ നമുക്ക് കഴിയും. തീരെ കഴിയാത്ത ആൾക്കാരുമല്ല നമ്മൾ. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. എല്ലാവരും നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അത് മതി. നമ്മളൊന്ന് പുഞ്ചിരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സങ്കടം കൊണ്ട് വരുന്നൊരു മനുഷ്യനെ നോക്കി നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ അവിടെ ചിലപ്പോൾ ആ മനുഷ്യൻ്റെ സങ്കടങ്ങൾക്കൊരു പരിധി ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മളുടെ അസൂയയും കുശുമ്പും എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. മറ്റൊരാളോട് നമുക്കൊരു ദേഷ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു കാര്യം സാധിക്കാത്തതുകൊണ്ടായിരിക്കും ആ പുള്ളിയോട് നമുക്ക് ദേഷ്യമുള്ളത്. ദേഷ്യം എക്സ്പ്രസ് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യാതിരിക്കണം എന്നല്ല. പക്ഷെ അതൊരു ടെമ്പററി ആയിരിക്കണം. അതൊരിക്കലും പെർമനൻ്റ് ആയി ലോങ് ലൈഫിലേക്ക് കൊണ്ടുപോകരുത്. ഒരു പിണക്കങ്ങളും വലിച്ചു നീട്ടി വലുതാക്കരുത്. നമ്മളെക്കാൾ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അതുപോലെ മാവേലി ആഗ്രഹിച്ച പോലത്തെ ഒരു നല്ല നാട് നമുക്ക് നാളെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മളാൽ കഴിയുന്ന രീതിയിൽ തീർത്തു കൊടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും മനോഹരമായൊരു ഓണ ദിനങ്ങൾ ഇനിയും വരട്ടെ. ഈ ഓണം ഒരു 4 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന ഒരു കാര്യമാവാതെ എല്ലാവർക്കും എന്നും ഓണമാകട്ടെ. പിന്നെ ഈ പറഞ്ഞ പഴയ പോലത്തെ ഓണം ഒന്നും നമുക്ക് ഫീൽ ആവത്തില്ല ഇപ്പം. അതിന് കാരണം വെച്ചാൽ നമുക്കിപ്പം ആഹാരത്തിനൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഒരു പായസം വെക്കണോ നമ്മൾ ഇന്ന് ആഗ്രഹിച്ച് നമ്മളെക്കൊണ്ട് നാളെ സാധിക്കും. പക്ഷെ പണ്ടത്തെ അങ്ങനെയല്ല. ഓണത്തിലാണ് നമ്മൾ സദ്യ ഇന്ന് കഴിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഓർമ്മകളാണ്. ഈ ഓണത്തിന് ഒരു ദിവസത്തെ കിട്ടുന്ന ആഹാരമാണ് നമുക്ക് ആ വർഷത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഫുഡ്. നല്ല സദ്യയും കാര്യങ്ങളും ഇത്രയും ഐറ്റം കറിയൊക്കെ ഉണ്ടാക്കുക. ഒരൈറ്റം കറിയുടെ അപ്പുറത്തൊന്നും നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ ഏതൊരു വീട്ടിലും 1-2 കൂട്ടം കറികളുണ്ടാവും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സദ്യ വെക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.